ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നത് പൊതുവിൽ എല്ലാവർക്കും ആവശ്യമുള്ള വിഷയമാണെങ്കിലും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ആകുന്ന സമയത്ത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രീതി ഏകപക്ഷീയമായി കുറെ ഫിലോസഫികൾ പറയുക എന്നതല്ല. കാരണം ഫിലോസഫികൾ പലപ്പോഴും നമുക്ക് ധാരാളം അറിയാവുന്നതാണ് പല കാരണങ്ങളാൽ. ഒന്ന്, ട്രെയിനിങ് കോഴ്സുകൾ TTCയും മറ്റുമൊക്കെ ചെയ്ത വകയിൽ. ഇനി അതല്ലാതെ നമ്മൾ തന്നെ പരമ്പരാഗത പഠിച്ച വകയിലൊക്കെ പലപ്പോഴും പല ഫിലോസഫി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് നമുക്ക് എന്തോ ഒരു നമ്മുടെ അനുഭവം മറ്റൊന്നാകാറുണ്ട്. കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു പരിപാടിയിൽ എൻ്റെ കൂടെ 10 വർഷം പഠിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ക്ഷണിച്ചിരുന്നു. സ്നേഹം കൊണ്ട് ക്ഷണിച്ചതാണ്. വരാൻ താല്പര്യമുള്ള ആളാണ്. ആ സമയത്ത് അവൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ട്രെയിനിങ്ങിനും പങ്കെടുക്കാറുണ്ട്, ഒരുപാട് ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ട്. പക്ഷേ സംഗതിയൊക്കെ പറഞ്ഞാലും എൻ്റെ ആ ക്ലാസ്സിൽ എനിക്കും യഥാർത്ഥത്തിൽ റിസൾട്ട് അനുഭവപ്പെടാറില്ല. പിന്നെ ഈ ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ട് എന്താ കാര്യം? നല്ല സമർത്ഥനാണ്, നല്ല കഴിവുള്ള ആളാണ്, ഉഷാറാണ്, നല്ല ബുദ്ധിമാനാണ്. അദ്ദേഹമാണ് ഇത് പറയുന്നത്. ഇതേ അനുഭവം തന്നെയായിരുന്നു എനിക്കും. ഞാനും ദീർഘമായ 10 വർഷത്തിലേറെ ട്രെയിനിങ്ങുകൾക്കെല്ലാം പങ്കെടുക്കാറുണ്ട്. ആ സമയത്തു നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ വരുന്ന വിഷയങ്ങളിൽ പലതും പരിഹരിക്കപ്പെടാതെ കിടക്കാറുമുണ്ട്. അവിടെ എങ്ങനെ പരിഹരിക്കാം എന്നത് എപ്പോഴും ഒരു ചിന്താ വിഷയം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മിക്കവാറും എല്ലാ അധ്യാപകരും ഒരു മിനിറ്റ് നമ്മളൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ വല്ലതുമൊക്കെ ചെയ്യണം, വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കണം, വല്ല വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിക്കണം എന്ന അതിയായ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഒക്കെയാണ് അപ്പോ അങ്ങനെയാണ് ഇറങ്ങാറുള്ളത്. പക്ഷെ റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് എല്ലാം ചെയ്തിട്ടും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നു, വലിയ പ്രയാസം, മനപ്രയാസം ബാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഒരു കാരണവും ട്രെയിനിങ് പരിശീലനം എന്നത് പലപ്പോഴും ചില തെറ്റിദ്ധാരണകൾക്ക് വഴി മാറാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ആകർഷണീയമായി അവതരിപ്പിക്കലാണ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് തെറ്റിദ്ധരിക്കുന്നവരും. മറ്റു ചിലരൊക്കെ ചില പ്രത്യേക കാട്ടിക്കൂട്ടലുകൾ നടത്തിയാൽ ട്രെയിനിങ് പ്രോഗ്രാം ആകുമെന്ന് ധരിക്കുന്നവരും. പിന്നെ ചിലരൊക്കെ ഓവർകോട്ടൊക്കെ ഇട്ടാൽ ട്രെയിനിങ് ആകും എന്ന് ധരിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആകർഷണീയം വേണ്ടതാണ് എന്നോ ഓവർകോട്ട് ധരിക്കുന്നത് ഒരു അനൗചിത്യമാണ് എന്നോ അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അതല്ല പ്രധാനം. മറിച്ച് പരിശീലനം എന്താണ് എന്ന അതിന്റെ ഒരു മാഹിയത്ത്, അതിന്റെ ഒരു താരിഫ്, അതിന്റെ ഒരു നിർവചനം അത് നമ്മുടെ ഇതിൽ വരാറില്ല. പരിശീലനം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു ടീച്ചിങ് ആണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ ആ പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് സാധ്യമാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് പരിശീലനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു വർക്ക്ഷോപ്പാണ് സംഘടിപ്പിച്ചത്. കാരണം ട്രെയിനിങ്ങിലേക്ക് ആൾക്കാർക്ക് വരാൻ ഒരു ഇടം കൊടുക്കുകയും ആ ട്രെയിനിങ്ങിന്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനുള്ള കാരണം. അപ്പൊ അതിലൂടെ വന്നിട്ട് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമതായി ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച് ഏതാനും ചില ചെറിയ വളരെ ഹ്രസ്വമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ സ്ക്രീനിൽ നൽകുന്നു. ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ഭാഗങ്ങൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഞാനത് വിശദീകരിക്കും. ശേഷം ഇൻഷാ അല്ലാഹ് ഇത് മാത്രമല്ല, മറ്റു വിഷയങ്ങളും വളരെ ഹ്രസ്വമായ രീതിയിൽ പറയാൻ പറ്റുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ പരാമർശിക്കും.
ക്ലാസ് റൂം മാനേജ് ചെയ്യുക എന്നുള്ളത് ഏതൊരു അധ്യാപകന്റെയും ഒരു മികവ് തന്നെയാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചില സമർത്ഥർക്ക് മാത്രം സാധിക്കുന്നതും മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുമാണ് എന്ന ധാരണ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അത് തിരുത്തുകയും കൃത്യമായ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ പറ്റിയാൽ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് സാധ്യമാണ് എന്നതാണ് ഇവിടെ നമ്മൾ ധരിപ്പിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു, വിഷയത്തിലേക്ക് വരുന്നു. ഈ എന്റെ സ്ക്രീൻ സെഷൻ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തീർക്കും. സ്ക്രീൻ സെഷൻ തീർന്നാല് എല്ലാവരും ക്യാമറ ഓൺ ചെയ്താലാണ് നമുക്ക് ഈ സെഷൻ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാകാൻ പോകും. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. കുറഞ്ഞ സമയം കൊണ്ട് ഈ സ്ക്രീൻ സെഷൻ തീർക്കും. സ്ക്രീനിലുള്ള ഭാഗം കുറച്ച് മാറ്റർ മാത്രം. എസ്റ്റാബ്ലിഷ് ക്ലിയർ എക്സ്പെക്ടേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിന് ഒരു കൃത്യമായ ധാരണ സൃഷ്ടിക്കുക. സെറ്റ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് expectation for behavior and academic performance from the beginning of the school year. ഒരു വർഷ ആരംഭത്തിൽ തന്നെ നമ്മൾ ഈ കൊല്ലം എന്തൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ നേടാൻ പോകുന്നത്, ഈ ക്ലാസ്സിലുള്ള നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു പ്രതീക്ഷ എന്താണ്, അത് കൃത്യമായി നേരത്തെ തന്നെ രൂപപ്പെടുത്തുക. Communicate these expectations to students and involve them in creating classroom rules and guidelines. നമ്മൾ കുട്ടികളോട് കൃത്യമായിട്ട് പറയണം, നമ്മൾ ഈ ക്ലാസ് ആണ്, 1-ാം ക്ലാസ് അല്ലെ 2-ാം ക്ലാസ് അല്ലെ ഇത്ര ക്ലാസ്, ഈ ക്ലാസ് ആണ്, ഈ ക്ലാസ്സിൽ നമുക്ക് ഇന്ന നേട്ടങ്ങളാണ് നേടേണ്ടത്. നിലവിലും നമ്മളുടെ സ്റ്റാറ്റസ് ഇതാണ്. മദ്രസയായാലും സ്കൂളായാലും അല്ലാത്ത ഏത് ക്ലാസ് ആണെങ്കിലും ഈ ഇയറിൽ നമുക്ക് നേടാനുള്ളത് ഇന്നൊക്കെയാണ്. ഇത് കൃത്യമായി കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ആവശ്യമായ റൂൾസ് ഉണ്ടാക്കണം. റൂൾസ് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ടതില്ല. റൂൾസ് നമ്മൾ ഉണ്ടാക്കിയാൽ പോലും അതിൽ ആർക്ക് ഭാഗധേയം നൽകണം, പങ്കാളിത്തം നൽകണം, ഈ കുട്ടികൾക്ക് പങ്കാളിത്തം നൽകണം. കാരണം റൂൾസ് ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾ എപ്പോഴും നിയമങ്ങൾ ഭാരമാകുന്നത് ഒരു കൺസെപ്റ്റ് അതിൽ വരാത്തത് കൊണ്ടാണ്. എന്താണ് കൺസെപ്റ്റ്? റൂൾ ഫോർ അസ് എന്നൊരു കൺസെപ്റ്റ് സൃഷ്ടിക്കപ്പെടണം. ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും. ആ സ്ഥാപനത്തിലെ നിയമമാണ് 8 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുക, 7:45 മദ്രസ അവിടെ സ്ഥാപനത്തിൽ എത്തണം. അവിടെ നമുക്ക് വേണ്ടി നമ്മളൊരു നിയമം ഉണ്ടാക്കണം. എന്ത്? 7:30 ക്ലാസ്സിൽ എത്തണമെന്ന് നമ്മൾ നിയമം ഉണ്ടാക്കി. അവിടെ പിന്നെ 7:45 എത്തുന്ന പ്രയാസം പോലും 7:30 എത്താൻ ഉണ്ടാവില്ല. അത് നമ്മളാണ് ആ നിയമത്തിന്റെ നിർമ്മാതാവ്. അത് നമുക്ക് വേണ്ടി എന്ന മനോഭാവം സൃഷ്ടിക്കപ്പെട്ടാൽ ഭാരം കാണില്ല. ഇതുപോലെ കുട്ടികളുടെ ഈ നിയമങ്ങളിൽ അവർക്ക് കൂടി പങ്കാളിത്തം നൽകുകയും അങ്ങനെയാണ് നിയമം സൃഷ്ടിക്കുന്നത് എങ്കിൽ അവർക്ക് ഭാരം അനുഭവപ്പെടില്ല. Make sure students can understand the for not meeting these expectations. അത് കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് നാം ഉറപ്പുവരുത്തണം. കൃത്യമായിട്ട് അവർ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഒരു സംഗതി കുട്ടികളോട് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയോ, എന്താണ് മനസ്സിലാക്കിയത് എന്ന് അവരോട് ചോദിക്കണം. എന്നിട്ട് അവരടുത്ത് നിന്ന് അത് കേൾക്കാൻ നമ്മൾ സന്നദ്ധമാകും. ഇതാണ് പ്രധാനപ്പെട്ട ഒരാശയം. അതായത് ഒരു വർഷ ആരംഭം തന്നെ ഈ വർഷം എന്തൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ നേടാൻ പോകുന്നത് എന്നും നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് എന്നുള്ള ധാരണ സൃഷ്ടിക്കപ്പെടണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വരുമ്പോ ആ കുട്ടിയെ അഭിനന്ദിക്കപ്പെടുന്നത് നിരന്തരം എന്ത് ചെയ്യണം? നിറഞ്ഞു നിൽക്കണം. 30 കുട്ടികളുണ്ടെങ്കിൽ 1 മുതൽ 30 വരെയുള്ള കുട്ടിക്ക് എന്ത് കിട്ടണം? അഭിനന്ദനവും അംഗീകാരവും കിട്ടണം.
അത് നാം പ്ലാൻ ചെയ്യണം. വളരെ എളുപ്പമുള്ളതാണ്, പക്ഷെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകുന്നത്. യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ് ടു അക്നോളേജ് ആൻഡ് റിവാർഡ് സ്റ്റുഡൻസ് ഗുഡ് ബിഹേവിയർ. നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോ അവൻ വൈകി വന്നാലും നേരത്തെ വന്നാലും വന്നു എന്നതിന് ഒന്നാമത്തെ തവണ അവനെ റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. ഒരു ഗൾഫിൽ നിന്ന് മകൻ വരുമ്പോ ഒരു പിതാവ്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു ഹസ്ബൻഡ് വരുമ്പോ ഒരു വൈഫ്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു ജ്യേഷ്ഠൻ വരുമ്പോ ഒരു അനുജൻ, ഒരാൾ സ്വീകരിക്കുമ്പോ എത്ര സന്തോഷത്തോടെയാണോ സ്വീകരിക്കുക, ഇതുപോലെ ഒരാൾ വരുന്നതിനെ സ്വീകരിക്കണം. വൈകുന്ന പ്രശ്നം അത് മറ്റൊരു സാധനമാണ്, അത് നമുക്ക് വേറൊരു പരിഹരിക്കാം. അതെന്ത് ചെയ്യരുത്, വരുമ്പോ ആ വിഷയം ഉണ്ടായി. വരുന്ന സമയത്ത് നമ്മൾ മറ്റ് യാതൊരു സാധനവും ഇല്ലാതെ ഗുണകരമായി അംഗീകരിക്കുന്ന സാധനം സൃഷ്ടിക്കുക. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് നിരന്തരം ഒരു കുട്ടി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂം എപ്പോഴും സന്തുഷ്ടമായിരിക്കും. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ്. കുട്ടികളെ അംഗീകരിക്കുക, കുട്ടികൾക്ക് അഭിനന്ദനം കൊടുക്കുക എന്ന് പറയുന്ന ഐഡിയ, ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു തത്വം, അതെന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ടു അക്നോളേജ് ആൻഡ് റിവാർഡ് സ്റ്റുഡൻസ് ഗുഡ് ബിഹേവിയർ. കുട്ടികളുടെ നല്ല സ്വഭാവങ്ങളെ അംഗീകരിക്കുകയും അതിനെ എന്ത് ചെയ്യുക, അതിന് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കുക. എഫേർട്ട്, കുട്ടികളുടെ അധ്വാനത്തിന് സമ്മാനം കൊടുക്കുക. ഒരു കുട്ടി എഴുതി വന്നപ്പോ എഴുതി തീർത്ത് തെറ്റാണ്. തെറ്റിപ്പോയതിന് പ്രയാസപ്പെടുത്തുന്നതിന് പകരം എഴുതിയതിനെ അംഗീകരിക്കുക. അതാണ് അവിടെ നടക്കേണ്ടത്. എഫേർട്ട്, അധ്വാനം അംഗീകരിക്കുക. ആൻഡ് അച്ചീവ്മെന്റ്സ്, അവിടെ ചോദ്യം ഉണ്ടാകും, തെറ്റെന്താ ചെയ്യാൻ? ഈ എഴുതിയതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തെറ്റിനെ തിരുത്താൻ ഞാൻ സഹായിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ കുട്ടിക്ക് യാതൊരു ഭാരവും ഉണ്ടാവില്ല, തിരുത്താൻ വളരെ പെട്ടെന്ന് കഴിയും. അധ്യാപകനും പെട്ടെന്ന് കഴിയും, കുട്ടിക്കും പെട്ടെന്ന് കഴിയും. ആൻഡ് അച്ചീവ്മെന്റ്സ്, കുട്ടി ഏതൊരു ചെറിയ നേട്ടം നേടിയാലും അതിനെ അംഗീകരിക്കും. ഒരു ദിവസം കുട്ടി നേരത്തെ വന്നു, ആ കുട്ടിയോട് ഉത്സാഹം, ഇങ്ങനെ എല്ലാ ദിവസവും നേരത്തെ വന്നാൽ എന്താ, അതാണോ അംഗീകാരം? അത് പറയരുത്. ഇങ്ങനെ എല്ലാ ദിവസവും നേരത്തെ വരണം എന്നുള്ള പറയുന്നതിന് പകരം ഈ നേരത്തെ വന്നത് അംഗീകരിക്കുക. നന്നായിട്ടുണ്ട്, നല്ലതാണ്. വന്നാൽ വെരി ഗുഡ്, വേഗം എന്ത് ചെയ്യുക, അവരെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കും. വൈകുന്ന പ്രശ്നം അത് മറ്റൊരു വിഷയമാണ്, നമുക്ക് പരിഹരിക്കാം. ഇപ്പൊ ഞാൻ ക്ലാസ് റൂം മാനേജ്മെന്റിലെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ദിസ് ക്യാൻ ഇൻക്ലൂഡ് വെർബൽ പ്രൈസ്, വാചികമായിട്ട് യു ആർ ഗുഡ്, വണ്ടർഫുൾ, നല്ല മോൻ, അഹ്സൻത. ഈ രീതിയിൽ വെർബലായിട്ട്, വാചികമായിട്ട്, വാക്കുകൊണ്ട് കുട്ടികളെ നേട്ടങ്ങളെ അംഗീകരിക്കുക, അതുപോലെ അല്ലാതെ അംഗീകരിക്കുക. സർട്ടിഫിക്കറ്റ്സ്, ഒരു കുട്ടി ഒരു വർഷം പഠിച്ചു തീരുമ്പോഴേക്ക് ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുക. സർട്ടിഫിക്കറ്റ് ഒരു പേപ്പർ മാത്രം മതി, ഒരു എ4-ലൊരു ഫോട്ടോ പേപ്പർ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ പൈസയെ ചെലവാവുള്ളൂ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാം. ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ തയ്യാറാക്കിയിട്ട്, ഒരു നിസ്കാരം പഠിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിന് എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിൽ വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട, അതേ ക്ലാസ്സിലെ സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഹജ്ജ് ക്ലാസ് ആണ്, അല്ലെ ഏതൊരു മാറ്റർ എടുക്കുക, ആ ഒരു മാറ്റർ കോഴ്സ് പോലെ ആ ഒരു നിശ്ചിത കാലാവധിയിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ചെയ്താൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പക്ഷെ അവിടെ കുട്ടി അത് പഠിക്കാൻ ആവശ്യമായ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ പഠനം ഒരു ആഘോഷമായിരിക്കും. സർട്ടിഫിക്കറ്റ്സ്, സ്മോൾ റിവാർഡ്സ്, ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഓർ എ സിസ്റ്റം ഓഫ് പോയിന്റ്സ്, അല്ലെങ്കിൽ പോയിന്റ് കൊടുക്കുന്ന സിസ്റ്റം രേഖപ്പെടുത്തുക. സ്റ്റാർ സിസ്റ്റം നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പറ്റുന്നവർ കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. സ്റ്റാർ സിസ്റ്റം ഒക്കെ ശ്രദ്ധിക്കണം. ഞാൻ ആ വീഡിയോ പറഞ്ഞത് A to Z ശ്രദ്ധിക്കണം. അതിൽ ട്രെയിനിങ് സിസ്റ്റത്തോടു കൂടിയാണ് ഏറ്റവും നല്ലത്, നല്ല ഫലം ചെയ്യുന്ന കേസാണ്. പോയിന്റ്സ് ദാറ്റ് ക്യാൻ ബി redeemed for privileges or incentives. അവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന സ്ഥിതി. സ്റ്റാർ സിസ്റ്റം ഒക്കെ അതാണ്, നല്ല പ്രിവിലേജസ് കൊടുക്കുക. അതുപോലെ മറ്റു ചില സമയങ്ങളിലൊക്കെ ഇൻസെന്റീവ്സ് ഒക്കെ പറ്റും. അത് ഇവിടെ എല്ലായിടത്തും മദ്രസ ക്ലാസ് റൂമിലൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല.
എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അങ്ങനത്തെ നേട്ടങ്ങളിൽ പങ്കാളിത്തം കൊടുത്താൽ മതി. അതിന് ഇൻസെന്റീവ് തന്നെ പറയാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എൻകറേജസ് പോസിറ്റീവ് ബിഹേവിയർ. ഈ ഗുണകരമായി അഭിനന്ദിക്കുന്നത് ഗുണകരമായ സ്വഭാവങ്ങളെ, നല്ല സ്വഭാവങ്ങളെ കുട്ടികളിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ് ടു മീറ്റ് എക്സ്പെക്ടേഷൻസ്. നമ്മളെ പ്രതീക്ഷകൾ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസ് റൂം റൊട്ടീൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു ക്ലാസ് റൂമിന് ഡെയിലി എന്ന രീതിയിൽ, ദിനേന എന്ന രീതിയിൽ ഒരു റൊട്ടീൻസ് ഉണ്ടാകും. തുടക്കം എവിടെയാണ്, അവസാനം എങ്ങനെയാണ്, അത് എങ്ങനെയോ തുടങ്ങുന്നു എങ്ങനെയോ തീരുന്നു എന്ന മെത്തേഡിന് പകരം ഒരു ക്ലാസ് റൂം എത്ര മണിക്ക് തുടങ്ങുന്നു എത്ര മണിക്ക് അവസാനിക്കുന്നു റൊട്ടീൻസ് വേണം. അതുപോലെ ഒരു മന്ത് എങ്ങനെയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അവസാനിക്കുന്നത്, ഒരു റൊട്ടീൻസ് ഉണ്ടാകണം. ക്ലാസ് റൂം റൊട്ടീൻസ് ഉണ്ടാകണം, അതിന് പ്രൊസീജിയർ ഉണ്ടാകണം. ഇപ്പോ ബെല്ലടിച്ചിട്ടാണ് കയറുന്നത്, ബെല്ലടിച്ചിട്ടാണ് പോകുന്നത്, ഇങ്ങനെ എല്ലാറ്റിനും ഒരു പ്രൊസീജിയർ സൃഷ്ടിക്കുക. എസ്റ്റാബ്ലിഷ് സ്ട്രക്ചേർഡ് റൊട്ടീൻസ്. ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള, ഒരു വസനായിട്ടുള്ള, ഒരു ഘടന ഉള്ള ഇത് സ്ഥാപിക്കുക. ഘടന ഉള്ളത് ഇത് സ്ഥാപിക്കാം. വരുമ്പോ എങ്ങനെയാണ് സമ്മതം ചോദിച്ചിട്ടാണ് കയറേണ്ടത്, പോകുമ്പോ സമ്മതം ചോദിച്ചിട്ടാണ് പോകേണ്ടത്, ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യത്തിന് പുറത്തു പോകുമ്പോ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ആ ചോദിക്കുന്നതിന് രീതി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യുക. റൊട്ടീൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വാരിയസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. വ്യത്യസ്തമായ ക്ലാസ് റൂമിലെ ഇടപെടലുകൾക്കെല്ലാം ഒരു ഘടന സൃഷ്ടിക്കുക. സച്ച് ആസ് എൻറ്ററിങ്, ക്ലാസ്സിലേക്ക് കടന്നു വരിക, ആൻഡ് എക്സിസ്റ്റിംഗ് ദി ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോവുക, ട്രാൻസിഷനിങ് ബിറ്റ്വീൻ ലെസൺസ്, ഒരു പാഠം കഴിഞ്ഞാലുള്ള സംഗതികള്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് കളക്ടിങ് മെറ്റീരിയൽസ്. ഇപ്പോ ക്ലാസ് നോട്ട് ചെക്ക് ചെയ്യണം, ആരാണ് ക്ലാസ് നോട്ട് വാങ്ങുക, എവിടെയാണ് വെക്കുക, എങ്ങനെയാ ചെക്ക് ചെയ്യുക, എങ്ങനെയാ തിരിച്ചു കൊടുക്കുക, അതിനൊക്കെ റൊട്ടീൻസും പ്രൊസീജിയേഴ്സും ഉണ്ടാകും. ആൻഡ് സീക്കിംഗ് പെർമിഷൻ ടു സ്പീക്ക്. സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തങ്ങോട്ട് പറയുന്നതിന് പകരം ഒന്ന് വിരൽ ഉയർത്തിയിട്ട് ഞാനൊന്ന് പറയട്ടെ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്ന രീതി. അങ്ങനെ ഇതൊരു ഉദാഹരണം മാത്രം. എന്ത് സീക്കിംഗ് പെർമിഷൻ ചോദിക്കുക, ടു സ്പീക്ക് സംസാരിക്കുക, ഓർ മൂവ് അറൌണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ എണീച്ചപ്പാട് അങ്ങോട്ട് പോകാനല്ല, ക്ലാസ് റൂമിന്റെ ഒരു മൂലയിലുണ്ട് ബാഗ് വെച്ചിട്ടുണ്ട്, അവിടത്തേക്ക് കുട്ടി എഴുന്നേറ്റ് പോകുന്നു, ആ സിസ്റ്റത്തിന് പകരം ഒന്ന് പെർമിഷൻ ചോദിക്കുന്ന രീതി, ഒന്ന് ആക്ഷൻ കൊണ്ടോ മറ്റോ പെർമിഷൻ ചോദിക്കുന്ന രീതി. ക്ലിയർലി എക്സ്പ്ലെയിൻ, കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുക. ആൻഡ് പ്രാക്ടീസ് ദീസ് റൊട്ടീൻസ്, അതുപോലെ അത് പ്രാക്ടീസ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാവും, അച്ചടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുട്ടികൾ ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പ്രകോപിതരാ. അങ്ങനെ ആകരുത്, കൃത്യമായി പറയാം. അതല്ല അവർക്ക് തിരിയേണ്ടതല്ലേ, അങ്ങനെ പറയും, അങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ, അതൊക്കെ ഏതൊരു കുട്ടിക്കും മനസ്സിലാകൂലേ, അത് ഒഴിവാക്കുക, കൃത്യമായി പറഞ്ഞു കൊടുക്കുക. കൃത്യമായി പറഞ്ഞു കൊടുത്താൽ നമുക്കൊന്നും നഷ്ടമാകാനൊന്നും ഇല്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് പ്രൊസീജിയേഴ്സും റൊട്ടീൻസും പറഞ്ഞും കൊടുക്കുക. ക്ലിയർലി എക്സ്പ്ലെയിൻ ആൻഡ് പ്രാക്ടീസ് ദീസ് റൊട്ടീൻസ് വിത്ത് സ്റ്റുഡൻസ് ടു പ്രൊമോട്ട് സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നല്ല കൃത്യമായിട്ടുള്ള വൃത്തിയിലും വെടിപ്പിലുമുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് നടക്കാൻ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെയായാൽ നമ്മളെ ക്ലാസ് റൂം, ഇത് നമ്മളെ ക്ലാസ് റൂമാണ്, നമ്മളെ ക്ലാസ് റൂം ഉഷാറാകും. എന്താ, നമ്മൾ ഒരുക്കല്ലേ, കുട്ടികൾ ഒരുക്കാണ്. വല്ലതും കുട്ടികളെടുത്ത് മിസ്റ്റേക്ക് വരുമ്പോ പണിഷ് ചെയ്യുന്നതിന് പകരം, ഷൗട്ട് ചെയ്യുന്നതിന് പകരം, മോനെ ഇത് ഇന്നത് ഇങ്ങനെയല്ല, ഇന്നതാ വേണ്ടത്, നീ ഇതിന് റെഡിയല്ലേ, വല്ല തടസ്സവും ഉണ്ടോ, ഇല്ല ഞാൻ ഇതുവരെ റെഡിയാണ്, ഇത്ര ആവശ്യമുള്ളൂ. അതിന് പകരം ഷൗട്ട് ചെയ്ത് നമ്മളെ പ്രകോപിതരാകുന്ന സമയത്ത് കുട്ടിക്ക് ആശയം മനസ്സിലാകൂല. കുട്ടിക്ക് ആകെ എന്താ മനസ്സിലായ, ഉസ്താദ് പ്രകോപിതനാണ്, അതാ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അതോടെ കൂടെ കുഴപ്പങ്ങൾ ആരംഭിക്കും. അതനുസരിക്കുക എന്നുള്ളതിന്റെ ശതമാനം വളരെ കുറയും. പകരം ക്ലിയർലി എക്സ്പ്ലെയിൻ, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ആ പ്രൊസീജിയർ കൃത്യമായിട്ട് അതിന്റെ A to Z പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സന്നദ്ധമായാൽ തന്നെ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നത് കാണാം. റെസ്പോൺസീവ് ഡിസിപ്ലിൻ. അച്ചടക്കം എന്ന് പറയുന്നത് ഒരു നിയമമായിരിക്കണം. ആ നിയമം എന്ത് ചെയ്യണം, കൂട്ടുത്തരവാദിത്തം ഉണ്ടാകണം. ഒരു ക്ലാസ് അച്ചടക്കം ഉണ്ടാകുക എന്നുള്ളത് ഗുരുനാഥന്റെ മാത്രം ഉത്തരവാദിത്തം എന്നുള്ളതിന് പകരം നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്തം. നമ്മൾ സ്ഥാപിക്കുകയല്ലേ, നമ്മൾ നടത്തുകയല്ലേ, എല്ലാവരും നോക്കൂലേ, അങ്ങനെ എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ള രീതി കൊണ്ടുവരും. അവിടെ വേണമെങ്കിൽ ക്ലാസ് കൂടുതൽ ക്ലാസ്സുകളാണെങ്കിൽ ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്തിട്ട് ടീമാക്കിയിട്ട് ഓരോ ടീമിനും ഓരോ ലീഡേഴ്സിന് കൊടുത്തിട്ട് ലീഡേഴ്സ് ത്രൂ ചെയ്യാം.
ആ ലീഡേഴ്സിന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ വളരെ അവിടെയൊക്കെ കോൺഫ്ലിക്റ്റ്, തമ്മിൽ തർക്കം ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തർക്കം ഉണ്ടായാൽ വളരെ കൃത്യതയോടെ തർക്കം തീർക്കാനും ഗുരുനാഥൻ തയ്യാറാകും. അത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ മറ്റൊരു ഭാഗമാണ്. റെസ്പോൺസീവ് ഡിസിപ്ലിൻ. Implement a responsive discipline approach that focus on teaching and guiding students rather than solely relying on punishment. എപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അച്ചടക്കം സ്ഥാപിക്കുകയാണ് വേണ്ടത്. അത് തന്നെ എന്ത് വേണം, ടീച്ചിങ് വളരെ കൃത്യമായിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, ആ ക്ലാസ്സിലെ ശ്രദ്ധേയമായിരിക്കണം. അതുപോലെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് വളരെ കൃത്യതയോടെ നടക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ എപ്പോഴും പണിഷ്മെന്റിലേക്ക് നോക്കുക. പണിഷ്മെന്റ് ആകരുത് അവിടുത്തെ ഫോക്കസ് സാധനം. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പണിഷ്മെന്റിന്റെ മുകളിൽ ബിൽഡഡ് ആകരുത്, അതിന്റെ മുകളിൽ നിർമ്മിക്കപ്പെടുന്നതാകരുത്. വെൻ സ്റ്റുഡൻസ് മിസ്ബിഹേവ്, യൂസ് ഡിസിപ്ലിൻ സ്ട്രാറ്റജി. ഒരു കുട്ടികളെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം വന്നാൽ, അത് തെറ്റിക്കുന്ന ഒരു അവസരം വന്നാൽ എന്ത് ചെയ്യരുത്, ആ ഡിസിപ്ലിൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്, ആർക്കതിന്റെ ഉത്തരവാദിത്വം എവിടെയാ, പക്ഷേ അതെങ്ങനെയാ തിരുത്തുന്നത്, ആ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ മതി. അതിനു പകരം നമ്മളാകെ പ്രകോപിതരായി പണിഷ് ചെയ്ത് അടിച്ച് കേസായി കുലുമാലായി ആകെ നാറി അങ്ങനെ അവസരം സൃഷ്ടിക്കേണ്ടതില്ല. പകരം എന്ത് ചെയ്താൽ മതി, അത് കൃത്യമായിട്ട് യൂസ് ഡിസിപ്ലിൻ സ്ട്രാറ്റജീസ്. നമ്മൾ എങ്ങനെയാ സ്ട്രാറ്റജി വെച്ചെന്ന് നോക്കണം, ആ സ്ട്രാറ്റജി അവരെ വീണ്ടും ഉണർത്തണം. ദാറ്റ് പ്രൊമോട്ട് റിഫ്ലക്ഷൻ. അത് പ്രോബ്ലം സോൾവിങ്. അത് എന്തിലേക്കൊക്കെ എത്തിക്കും എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു പ്രശ്ന പരിഹാരം, അതുപോലെ ഒരു കലഹം എന്നിടത്തേക്കൊക്കെ എന്ത് കൊണ്ടുപോകും. പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴേക്ക് വേഗം അത് കലഹത്തിലേക്ക് പോകും. ഈ ഗുരുനാഥന്റെ എതിർകക്ഷിയായിട്ട് വിദ്യാർത്ഥി മാറും. അത്തരം സംഗതികളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ ധരിപ്പിക്കപ്പെടുന്ന ഒരു രംഗം ഉണ്ടാകണം. ടോക്ക് ടു സ്റ്റുഡൻസ് പ്രൈവറ്റ്ലി. ആവശ്യമാകുന്ന സമയത്ത് വ്യക്തിഗതമായിട്ട് എന്ത് ചെയ്യണം, കുട്ടികളോട് സംസാരിക്കണം. എല്ലാം എന്ത് ചെയ്യേണ്ടതില്ല, പബ്ലിക്കിൽ പറഞ്ഞു വഷളാക്കേണ്ടതില്ല. നെഗറ്റീവ്സ് ഒക്കെ വല്ലതും തിരുത്താനുണ്ടെങ്കിൽ പബ്ലിക്കിൽ തിരുത്തേണ്ടതില്ല, പേഴ്സണലി തിരുത്തിയാൽ മതി. അപ്പോ അവന് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഫീൽ ചെയ്യും. പബ്ലിക്കിൽ ഒരിക്കലും ഒരാൾക്ക് ഇൻസൾട്ട് ചെയ്യുന്ന സാധനം പബ്ലിക്കിൽ തിരുത്താൻ പാടില്ല. പ്രൈവറ്റ്ലി ലിസൺ ടു ദെയർ പെർസ്പെക്റ്റീവ്സ്. ഒരു സംഗതി, ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ ആ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതില് ഒരു മിസ്ബിഹേവ് കണ്ടാൽ അവന്റെ വിഹിതം എന്താണെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ പലപ്പോഴും ആ കുട്ടികൾ നിരപരാധിയാണ് എന്നും അവരെ നമ്മൾ സഹായിക്കണമെന്നും മനസ്സിലാവും. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതും. ഒരിക്കൽ ഒരു കുട്ടി പുറത്തു നിൽക്കുന്നു, ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ കുട്ടിയെ ക്ലാസ്സിൽ സയൻസ് സബ്ജക്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കെമിസ്ട്രി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഈ കുട്ടിയെ ആ സ്ഥാപനത്തിൽ ഉത്തരവാദപ്പെട്ട, അച്ചടക്കത്തിൽ ഉത്തരവാദിത്തമുള്ള, ഡിസിപ്ലിൻ ചാർജ് ഉള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കുന്നു. അപ്പോ ഈ അധ്യാപകൻ പറയുന്നു, നിങ്ങൾ ആ കുട്ടിയിൽ ഇടപെടരുത്, ആ കുട്ടി പുറത്തു നിൽക്കേണ്ട കുട്ടിയാണ്. അവസാനം ഒരു തവണയെങ്കിലും എന്നുള്ള രീതിയിൽ ഈ കുട്ടിയോട് ഇടപെടുന്നു. അങ്ങനെ കുട്ടി ഇടപെട്ട് കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തുന്നു. അടുത്ത ദിവസവും കുട്ടി പുറത്ത്. അപ്പൊ പിറ്റേ ദിവസം ഈ കുട്ടിയെ കാണുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ റെക്കമെൻഡ് ചെയ്ത ഡിസിപ്ലിൻ ചുമതലയുള്ള സ്റ്റാഫ് ചോദിക്കുന്നു, മോനെ നീ എന്നെയും കൂടെ വഷളാക്കിയില്ലേ? അപ്പോ അദ്ദേഹം വളരെ യാതൊരു മനപ്രയാസവും ഇല്ലാതെ ഈ കാര്യം ചോദിച്ചു. തിരിച്ച് വന്നപ്പോ സാധാരണ ഒരിക്കലും കരയാത്ത, അല്ലെങ്കിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ, ആ കുട്ടി കരയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോ, ഞാൻ സ്ഥാപനത്തിലേക്ക് വരുന്നത് എന്റെ മാതാവിനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടാണ് വരുന്നത്. എന്റെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് വേണം ഞാൻ വരാൻ. എനിക്ക് ലൈൻ ബസ് കിട്ടില്ല ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തിട്ട് വരുമ്പോ. അപ്പൊ പലപ്പോഴും തൂങ്ങിപ്പിടിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ താങ്ങിയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് അരമണിക്കൂറൊക്കെ വൈകി പോകുന്നത്. ഇത് ആ കുട്ടി പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്യാൻ ഞാൻ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ആ പറഞ്ഞ പദം എന്തുമാത്രം നോവിച്ചു ആ കുട്ടിയെ. അത് പറയാൻ അർഹത ഉണ്ടായിരുന്നു.
ആ കുട്ടിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചല്ലേ എന്നെ വഷളാക്കി എന്ന് പറയുന്നത്. സത്യത്തിൽ വഷളാക്കിയതല്ലല്ലോ, ആ കുട്ടി നിരപരാധിയല്ലേ. ആ കുട്ടിയുടെ ആ ചെയ്യുന്ന ആ ഒരു സംഗതിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിയെ സഹായിക്കാനും ആ കുട്ടിയുടെ പക്ഷം നിൽക്കാനും ഉത്തരവാദിത്വം ഈ അധ്യാപകന് മാനുഷികമായില്ലേ. അപ്പോ അത് മനസ്സിലാക്കാൻ സന്നദ്ധമായാൽ ആ കുട്ടിക്ക് ഇനിയും 10 മിനിറ്റ് നേരത്തെ വരാൻ കഴിഞ്ഞേക്കാം. ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ടു ദെയർ പെർസ്പെക്റ്റീവ്സ്. അവരുടെ വിഹിതം എന്താണ് എന്ന് നമ്മളൊന്ന് കേൾക്കണം. എന്താണ് സംഭവം? കാരണങ്ങൾ പറയുമ്പോ തന്നെ പല ആ കാരണമൊന്നും എനിക്ക് കേൾക്കണ്ട, കാരണം കേൾക്കുകയും അതിൽ വല്ല ഹെൽപ്പും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോ തന്നെ അവർ മാറുന്നത് കാണാം. ഇവിടെയൊക്കെ ഒരുപാട് ഉത്തരങ്ങളൊക്കെ പലർക്കും പറയാനുണ്ടാകും. അതൊക്കെ ട്രെയിനിങ് സെഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. And help them understand the consequences of their actions. അതുപോലെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ത്, അവർ ചെയ്യുന്ന ഒരു മിസ്ബിഹേവിന്റെ കോൺസിക്വൻസസ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ അവരെ അനുവദിക്കണം. എന്നിട്ട് അത് തിരുത്താൻ കൂടെ നമ്മളുണ്ട് എന്ന രീതിയുമാണ് വരേണ്ടത്. പിന്നെ encourage students to take responsibility for their behavior and work towards making amends. ശരിക്കും കുട്ടികളെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. എന്തിന്? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വളർത്തുക. ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അവരെ ഏറ്റെടുക്കട്ടെ. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏറ്റെടുത്ത് ആ കൃത്യമായ ഒരു ക്ലാസ് സിറ്റുവേഷൻ ഉണ്ടാകാൻ ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ അവരുടെ കൂടെ പുറത്തു നിന്ന് അവരെ സഹായിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന രൂപം വരികയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം വരുന്നത് കാണാം. പ്രോക്സിമിറ്റി ആൻഡ് നോൺ വെർബൽ ക്യൂസ്. അവിടെ യൂസ് പ്രോക്സിമിറ്റി ആൻഡ് നോൺ വെർബൽ ക്യൂസസ് ഇഫക്റ്റീവ്ലി ടു മാനേജ് സ്റ്റുഡൻസ് ബിഹേവിയർ. കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോ ഷൗട്ട് ചെയ്യുന്ന പകരം ഇപ്പൊ ഒരു കുട്ടിയോട് ഇങ്ങനെ നമ്മള് വിരലുകൊണ്ട് വളരെ പരുഷമായ ഭാഷയിൽ ഈ പറയുന്ന ഫിംഗർ പോയിന്റിങ്, ഈ ഫിംഗർ പോയിന്റിങ്ങിന് പകരം ഒരു വിനയമുള്ള ആ ഒരു നോൺ വെർബൽ ക്യൂസ്, അതായത് വാചികമല്ലാത്ത ആക്ഷനുകളൊക്കെ കാണിക്കുന്ന സമയത്ത് പിന്നെ വളരെ ഹാർഡായിട്ടുള്ള ആക്ഷന് പകരം നല്ല മാന്യമായ ആക്ഷനുകൾ. ഇപ്പൊ ഒരു കുട്ടിയോട് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നതിന് പകരം വളരെ പരുഷമായ ഒരു ശൈലിയിൽ പറയുന്നതിന് പകരം വളരെ വിനയത്തോടെ ആ ഒരു ആക്ഷൻ കാണിക്കുന്ന രീതി, ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തുന്ന സംഭവമാണത്. മൂവിങ് ക്ലോസർ ടു സ്റ്റുഡൻസ് ഹു ആർ ഓഫ് ടാസ്ക് ഓർ ഡിസ്പ്ലേയിങ് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ can help redirect their attention and remind them of expectations. ശരിക്ക് നമ്മൾ കുട്ടികളെ ആ രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ സന്നദ്ധമാകുന്ന സമയത്ത് അവരുടെ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ നന്നായിട്ട് പരിഹരിക്കുകയും നമ്മളുടെ പ്രതീക്ഷ എന്താണെന്ന് അവരെ ധരിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ അവര് നല്ല മാറ്റവും നല്ല ശ്രദ്ധയും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് തരും. നല്ല ശ്രദ്ധ തരും. നമ്മളെ ഇത് അവരെ ധരിപ്പിക്കുകയും കൂടി സന്നദ്ധമായാൽ, എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ അവരെ ധരിപ്പിക്കാൻ നമ്മൾ സന്നദ്ധമായാൽ, അവരുടെ വിഷയങ്ങളിൽ എവിടെയാണ് ഈ കുഴപ്പം വരുന്നത്, എവിടുന്നാണ് എന്നുള്ളത് അവരെ ധരിപ്പിക്കാനും നമുക്ക് പറ്റിയാൽ അവർ സഹകരിക്കുന്നത് കാണാം. നോൺ വെർബൽ ക്യൂസ് ലൈക്ക് ഐ കോണ്ടാക്ട്, കണ്ണുകൊണ്ട് അവരിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നോൺ വെർബൽ ക്യൂസസ് ആണ്. ഗസ്റ്റേഴ്സ്, നമ്മളെ ശാരീരിക ഭാഷ, ശരീരത്തിന്റെ നൃത്തമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു പലതരം ആക്ഷനുകൾ ഉണ്ടല്ലോ, ഗസ്റ്റേഴ്സ്. ഇപ്പോ നമ്മളെ ആ നൃത്ത ബോഡി സ്റ്റൈല്. ഓർ എ റൈസ്ഡ് ഐബ്രോ, നമ്മളെ ഈ പുരികം ഇതാക്കിയിട്ടുള്ള ആക്ഷനുകളില്ലേ, ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ കൗതുകത്തോടെ പറയുന്ന ആക്ഷനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോൺ വെർബൽ ക്യൂസസ് ആണ്. ഐബ്രോ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ദ ഫ്ലോ ഓഫ് ദ ക്ലാസ്. ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചെറിയ അശ്രദ്ധ വരുമ്പോ അത് ചെറിയ ആക്ഷൻ കൊണ്ട് നമുക്ക് അവരെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പകരം അവനൊന്ന് പണിഷ് ചെയ്ത്, അവനൊന്ന് വഷളാക്കി, എല്ലാവരുടെയും അവന്റെ ഒരു ചെറിയ മിസ്ബിഹേവിയർ എല്ലാവരുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്ന് അങ്ങനെ ഒരു ക്ലാസ് റൂം ആകെ ശബ്ദമയമാക്കുന്നതിന് പകരം, ബഹളമയമാക്കുന്നതിന് പകരം ക്ലാസ് റൂമിൽ വളരെ നോൺ വെർബൽ ആയിട്ടുള്ള, അതായത് വാചികമല്ലാത്ത ചെറിയ കണ്ണുകൊണ്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിരലുകൊണ്ടുള്ള ആക്ഷൻ കൊണ്ടൊക്കെ നമുക്ക് കുട്ടികളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം.
അതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഒരു കുട്ടിയുടെ 40 കുട്ടികളുടെ ഒരു ക്ലാസ് നടക്കുമ്പോൾ അതിലൊരു കുട്ടിക്ക് ചെറിയൊരു അശ്രദ്ധ വരുമ്പോൾ അതാകെ അരമണിക്കൂർ ക്ലാസ്സിന്റെ വിഷയാക്കി അവനൊന്ന് വഷളാക്കി അല്ലെങ്കിൽ അവനെ ചോക്കൊണ്ട് എറിഞ്ഞ് അതൊന്നും ചെയ്യേണ്ടതില്ല. അവന് വളരെ മാന്യമായി അവനെ വഷളാക്കാതെ തന്നെ അവന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ചെറിയ നോൺ വെർബൽ ക്യൂസ്, വാചികമല്ലാത്ത ചെറിയ ചലനങ്ങൾ കൊണ്ട് നമുക്ക് പറ്റും. എൻഗേജിങ് ഇൻസ്ട്രക്ഷൻ, എപ്പോഴും നിർദ്ദേശങ്ങൾ നിരന്തരം കൊടുക്കാൻ നമുക്ക് പറ്റണം. പ്ലാൻ ആൻഡ് ഡെലിവർ എൻഗേജിങ് ആൻഡ് ഇന്ററാക്റ്റീവ് ലെസൺസ് that capture students' interest and keep them actively involved in the learning process. ഈ പഠനം എന്ന വിഷയത്തില് അവരെ കൃത്യമായിട്ടുള്ള ആശയവിനിമയം അവർക്ക് കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം. അതോടൊപ്പം നിർദ്ദേശം കൊടുത്താൽ അവരുടെ അഭിപ്രായം പറയിപ്പിക്കണം. മനസ്സിലായോ, നിങ്ങൾക്ക് ഇതല്ലാത്ത അഭിപ്രായങ്ങൾ പറയാനുണ്ടോ, എന്നിട്ട് അവർക്കും എന്ത് ചെയ്യണം, ഈ ലേണിംഗ് പ്രോസസ്സിൽ അവർക്കും പങ്കാളിത്തം കൊടുക്കണം. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തം, നമ്മൾ എന്തോ കൽപ്പിക്കുക, അവർ ചെയ്യുക. ഇതിന് പകരം ഒരു പ്രോസസ്സ് തീരുമാനിച്ചാൽ ആ പ്രോസസ്സ് അവർക്ക് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശം അവർക്ക് മനസ്സിലായോ, അവർക്ക് വല്ലതൊക്കെ പറയാനുണ്ടോ, ഇത് കേൾക്കാൻ നമ്മൾ സന്നദ്ധമാകണം. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം നിർദ്ദേശങ്ങൾ തിരിച്ചവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കാണാം. യൂസ് എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായ രീതി സ്വീകരിക്കാം. സച്ച് ആസ് ഗ്രൂപ്പ് വർക്ക് ആക്കിയിട്ട് ഒരു നിർദ്ദേശം ഒരു ഗ്രൂപ്പ് വർക്ക് ആക്കിയിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളിലേക്ക് വരാം. ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ കൈമാറ്റം ചെയ്തുകൊണ്ടൊക്കെ ഉള്ള ആക്ടിവിറ്റീസുകളിലേക്ക് കൊണ്ടുവരാം. ടെക്നോളജി ഇന്റഗ്രേഷൻ, ടെക്നോളജി ഉപയോഗിക്കാം. എന്തൊക്കെ ടെക്നോളജി ഇന്ന് ഉപയോഗിക്കാനുണ്ട് ക്ലാസ് റൂം നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ആൻഡ് മൾട്ടിമീഡിയ റിസോഴ്സസ്, മൾട്ടിമീഡിയ ഉപയോഗിക്കാം. അങ്ങനെ വ്യത്യസ്തമായ വഴികളിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. എൻഗേജ്ഡ് സ്റ്റുഡൻസ് ആർ ലെസ് ലൈക്ലി ടു എക്സിബിറ്റ് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ. നമ്മൾ എപ്പോഴും ഈ കുട്ടികൾ എന്ത് ചെയ്യണം, അവർക്ക് മിസ്ബിഹേവ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ എപ്പോഴും ബിഹേവ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. നന്നായിട്ട് പെരുമാറാൻ നിരന്തരം അവസരം കൊടുത്താൽ അവർക്ക് മോശമായിട്ട് പെരുമാറാൻ കഴിയില്ല. മോശമായിട്ട് പെരുമാറുന്നത് നന്നായിട്ട് പെരുമാറുള്ള അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ മോശമായിട്ട് പെരുമാറുന്നത് എന്ന് പച്ചയായ സത്യമാണ്. ടൈം മാനേജ്മെന്റ്, ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടേണ്ടതാണ് ടൈം മാനേജ്മെന്റ്. ഒരു ലെസൺ പ്ലാൻ ഇല്ലാതെ ക്ലാസ് റൂമിൽ പോകുന്ന സിസ്റ്റം തന്നെ ഉണ്ടാകും. അതിക്രൂരമായ, വളരെ പൈശാചികമായ, വളരെ മോശം ഏർപ്പാടാണ് ലെസൺ പ്ലാൻ ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നാണ് അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ടൈം മാനേജ്മെന്റ് അതിൽ നിന്നുണ്ടാകുന്നതാണ്. മാനേജ് ടൈം ഇഫക്റ്റീവ്ലി ബൈ പ്ലാനിങ് ലെസൺസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ്ലി പ്ലേസ്ഡ് എന്നാണ് വേണ്ടത്. അതായത് പിന്നെ നല്ല ലെസൺ പ്ലാനോട് കൂടെ മാത്രമേ, അതും കാര്യക്ഷമമായ ലെസൺ പ്ലാനോട് കൂടെ മാത്രമേ ക്ലാസ്സിലേക്ക് പോകാവൂ. ഇത്ര ടൈമാണ് ക്ലാസ്, ഇത്ര ടൈം കൊണ്ട് ഇന്ന വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ചെയ്യും. ഇങ്ങനെയൊക്കെ അതിൽ എന്ത് ചെയ്യണം, പ്ലാന് വേണം. പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. ഇന്നതാണ് ക്ലാസ്, ഇത്ര വിഷയമാണ് എടുക്കാൻ പോകുന്നത്, ഇന്നതാണ് പഠിക്കാൻ പോകുന്നത്, കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. ആൻഡ് അലോക്കേറ്റ് സഫിഷ്യന്റ് ടൈം ഫോർ ട്രാൻസിഷൻസ്. എല്ലാറ്റിനും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഉത്തരം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ക്ലാസ് നോട്ട് എഴുതുകയാണെങ്കിൽ എല്ലാറ്റിനും എന്ത് ചെയ്യണം, അതിന്റെ ടൈം അവിടെ കൃത്യമായിട്ട് തീരുമാനിക്കണം. ഇൻഡിപെൻഡന്റ് വർക്ക്, സ്വതന്ത്രമായുള്ള വർക്ക്. ആൻഡ് കൊളാബറേറ്റീവ് ടാസ്ക്, പരസ്പരം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ടാസ്കുകൾ. കീപ്പിംഗ് സ്റ്റുഡൻസ് എൻഗേജ്ഡ് ആൻഡ് ഫോക്കസ്ഡ്, മിനിമൈസ് ദ ചാൻസസ് ഓഫ് ടാസ്ക് ബിഹേവിയർ. അവിടെ എന്ത് ചെയ്യുന്നത്, അവർക്ക് മോശമായി പെരുമാറാനുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പെരുമാറാനുള്ള അവസരം നിരന്തരം സൃഷ്ടിച്ചാൽ കുട്ടികളിൽ ക്ലാസ് ടൈം വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, കുട്ടികളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. എവിടെയെങ്കിലും ബന്ധത്തിൽ പിശകുണ്ടെങ്കിൽ അത് പഠിച്ച് പരിശീലിച്ച് പരിഹരിക്കാം. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, build positive relationships with your students by showing interest in their lives.
കുട്ടികളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് നല്ല താല്പര്യമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണം. നമ്മുടെ താല്പര്യം അവരോട് കാണിക്കണം. ലിസണിങ് ടു ദെയർ കൺസേൺസ്, അവരുടെ താല്പര്യങ്ങൾ കേൾക്കണം, അവരുടെ ധാരണകൾ കേൾക്കണം. ഇതില് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് സത്യസന്ധമാകുന്നുള്ളൂ. ലിസണിങ് ടു ദെയർ കൺസേൺസ്, അവരുടെ കൺസേൺസ് ഉണ്ടല്ലോ, അവരുടെ ധാരണകൾ, അവർക്കും ധാരണ വരണമല്ലോ, അത് നമ്മൾ കേൾക്കണം. ആൻഡ് പ്രൊവൈഡിങ് സപ്പോർട്ട് വെൻ നീഡഡ്, ആവശ്യമുള്ള സപ്പോർട്ട് എപ്പോഴും ഞാൻ ചെയ്യുമെന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. ഒരു കുട്ടിക്ക് ക്ലാസ് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നമുക്ക് കിട്ടിയ അവസരമാണ് വേറെ എന്തോ ഒരു സമയത്ത് ഒരു സാധനത്തിന് ഇത് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ക്ലാസ് നോട്ട് തീർത്തിട്ടില്ലെങ്കിൽ, ഞാൻ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അവന് മറ്റേ ഇന്റേണൽ മാർക്ക് കിട്ടൂല, ഇന്റേണൽ മാർക്ക് ഞാനൊന്ന് കളിപ്പിക്കുമെന്ന് തീരുമാനിച്ചാൽ ഇയാൾ മനുഷ്യനാണോ? അധ്യാപകനൊക്കെ പോട്ടെ, പക തീർക്കാൻ ജീവിക്കുന്ന ഒരു ജീവി, അവൻ എങ്ങനെയാണ് ആ ഒരു മനുഷ്യൻ ഒരു അധ്യാപകനൊക്കെ ആകുന്നത്? അപ്പോ ഒരിക്കലും ഒരു പക തീർക്കുന്ന മനുഷ്യനല്ല എന്റെ അധ്യാപകൻ. എന്റെ ഒരു രക്ഷിതാവിനെ പോലെ എന്റെ കൂടെ ആവശ്യമുള്ള സമയത്ത് നിൽക്കും എന്ന് തോന്നുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ. ആൻഡ് പ്രൊവൈഡിങ് സപ്പോർട്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. വെൻ ദ നീഡ്, അവർക്ക് ആവശ്യമുള്ള സമയം. ഗെറ്റിംഗ് ടു നോ യുവർ സ്റ്റുഡൻസ് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ക്രിയേറ്റിംഗ് എ കെയറിംഗ്, എ റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിറ്റി ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, റെഡ്യൂസസ് ബിഹേവിയറൽ ഇഷ്യൂസ്. അവർക്ക് എപ്പോഴും അവരെ വ്യക്തിപരമായി നമുക്ക് അറിയണം. നമ്മളെ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട്, ഒരു 30-40 കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ പോലും നിശ്ചിത കാലയളവ് കൊണ്ട് ആ കുട്ടിയുടെ വ്യക്തിഗതമായ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അവരുടെ ഫാമിലി എന്താണ്, അവന്റെ കഴിവ് എന്താണ്, അവന്റെ താല്പര്യം എന്താണ്, അവന്റെ പാസ്റ്റ് എന്താണ്, അവന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്, അവന്റെ വൈകല്യങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയണം. ഗെറ്റിംഗ് ടു നോ യുവർ സ്റ്റുഡൻസ് ആസ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് അല്ല, ഓരോ വ്യക്തിയെയും അറിയണം. ആൻഡ് ക്രിയേറ്റിംഗ് എ കെയറിങ്, അവർക്കൊരു കെയറിങ് നമ്മൾ ഉണ്ടാക്കണം. എടാ വീട്ടിലെ കാര്യം എന്തായി, പിതാവിന്റെ സുഖം മാറിയോ എന്ന് ചോദിക്കുന്നൊരു, ചിലപ്പോ ഇത് പറയുമ്പോഴൊക്കെ അതിനെ സമയമുണ്ട്, അത് എപ്പോഴൊന്നും വേണ്ട. ഒരു മാസത്തിൽ ഒരു കുട്ടിയെ ഒരു തവണ കെയർ ചെയ്താൽ മതി. അങ്ങനെയാണ് 30 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഒരു ദിവസം കെയർ ചെയ്താൽ പോലും ആ കുട്ടിക്ക് നിങ്ങൾ ഒരു വർഷമാകുമ്പോഴേക്ക്, ഒരു 6 മാസം ആകുമ്പോഴേക്ക് ആ അധ്യാപകൻ എന്റെ ആളാണ്, എന്റെ എല്ലാം അദ്ദേഹത്തോട് പറയാം എന്നൊരു തോന്നൽ ഉണ്ടായാൽ നന്നാകാത്തൊരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കെയറിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിറ്റി. ക്ലാസ് റൂം കമ്മ്യൂണിറ്റി ഒരിക്കലും കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നതോ പണിഷ് ചെയ്യുന്നതോ അതിന് ചാൻസ് സൃഷ്ടിക്കരുത്. എപ്പോൾ റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിറ്റി ആയിരിക്കും. ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, റെഡ്യൂസസ് ബിഹേവിയറൽ ഇഷ്യൂസ്. സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇത്ര കാലാവധി കൊണ്ട് തീർക്കാമെന്ന് പ്ലാൻ ചെയ്യാം. ഞാൻ ചെറിയൊരു സംഭവം പറയാം. കോഴിക്കോട് ടൗണിലെ ഒരു പബ്ലിക് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, ആ സ്കൂളില് ഒരു കുട്ടി തീരെ നമ്മളെ ബുദ്ധിമാന്യുള്ള കുട്ടി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു കുട്ടി. ആ കുട്ടി ഒന്നും മനസ്സിലാവില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ കയറി ഒന്ന് +1 ക്ലാസ്സിലെത്തി. അപ്പോ +1 ക്ലാസ്സിലെത്തിയപ്പോ പിന്നെ ഈ കുട്ടി ഒന്നും മനസ്സിലാകാത്ത കുട്ടി ഇടയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ദീർഘമായൊരു കൂക്ക് വിളിക്കും. ആ ക്ലാസ് റൂം എൻവിറോൺമെന്റ്, ക്ലാസ് റൂം പരിസരം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള, എല്ലാ കുട്ടികളും അധ്യാപകരോട് നല്ല അറ്റാച്ച്മെന്റും ഭയങ്കര സഹകരണവും സജീവമാണ്. അപ്പോ അവിടെ സ്റ്റാർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളൊക്കെ എല്ലാറ്റിനും സജീവമായിട്ട് നടക്കുന്ന സ്കൂളിന്റെ ടോട്ടൽ പരിസരങ്ങളെല്ലാം കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഈ കുട്ടിയുടെ ഈ പ്രശ്നം എങ്ങനെ തീർക്കും? ഇപ്പൊ ക്ലാസ് റൂമിൽ ഒരു ദിവസം അധ്യാപകരും കുട്ടികളും ഈ കുട്ടി ഇല്ലാത്തൊരു സമയം നോക്കി ചർച്ച ചെയ്യാണ്. അപ്പോ അവസാനം ചർച്ചയിൽ എന്ത് രൂപപ്പെട്ടു? നമ്മൾ ഈ പ്രാവശ്യത്തെ സ്റ്റാർ ഓഫ് വീക്കില് ഒരാഴ്ചയിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന കുട്ടി ആരാകണം? ഇവനാകണം. എങ്ങനെ ആക്കാൻ പറ്റും? എല്ലാവരുടെ വകയിലും അവന് സ്റ്റാർ കൊടുക്കുക. നല്ലൊരു ചർച്ച. അവസാനം അങ്ങനെ തീരുമാനിച്ചു. ആ ആഴ്ച എൻഡ് ഓഫ് വീക്കിൽ എന്ത് ചെയ്തു? എല്ലാവരുടെ വകയും സ്റ്റാർ കൊടുത്തിട്ട് ഈ കുട്ടി സ്റ്റാർ. അങ്ങനെ അവസാനം ഇവനെ സ്റ്റാർ ഓഫ് വീക്ക് ആയിട്ട് പ്രഖ്യാപിച്ചു. അവന് സ്റ്റാർ തൂക്കിക്കൊടുത്തു.
അതിനുശേഷം ആ കുട്ടിയിൽ നിന്ന് അച്ചടക്കരാഹിത്യമുള്ള ഒരു സംഭവം പിന്നെ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താണ്? റെഡ്യൂസസ് ബിഹേവിയറൽ ഇഷ്യൂസ്. ആ ബിഹേവിയറൽ ഇഷ്യൂസ് എന്ത് ചെയ്തു? അങ്ങനെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കരൂപം. നമുക്ക് എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിച്ചു കൊണ്ടുവരാം. ഒറ്റയടിക്ക് അടിച്ചങ്ങ് തീർക്കാമെന്നാണെങ്കിൽ, പണിഷ് ചെയ്തങ്ങ് തീർക്കാമെന്നാണെങ്കിൽ അതൊരു ധാരണ മാത്രമാണ്. ഒരിക്കലും നമുക്കത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതൊരു സത്യമാണ്. കൺസിസ്റ്റൻസി ആൻഡ് ഫയർനെസ്. ഒരു വിഷയം തീരുമാനിച്ചാല്, ഇപ്പൊ നമ്മളൊരു അച്ചടക്കമൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് തീരുമാനിക്കുമ്പോഴും അതൊരു ഇയർ ബേസ്ഡ് ആയിരിക്കണം. ഒരു മാസം കഴിഞ്ഞ് സ്റ്റാർ സിസ്റ്റം ഒക്കെ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. അങ്ങനെയായത്. കൺസിസ്റ്റൻസി ആൻഡ് ഫയർനെസ്. അതുപോലെ സ്റ്റാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ കുട്ടികൾ കാര്യമായിട്ട് എല്ലാം ചെയ്തു, സ്റ്റാർ കൊടുക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനെയായത്. ഫയർനെസ്, ഒരു കാര്യക്ഷമത കാണിക്കണം നമ്മൾ. അതായത് ചെയ്യാൻ തീരുമാനിച്ചാൽ തുടർച്ചയായിട്ട് ചെയ്യണം. അതുപോലെ ചെയ്യാൻ തുടങ്ങിയാൽ അതെപ്പോഴും തീരുമാനിച്ചത് ഉറച്ചു നിൽക്കണം. അതൊരു കാര്യക്ഷമമായിരിക്കണം ആ തീരുമാനം. അപ്ലൈ ക്ലാസ് റൂം റൂൾസ് ആൻഡ് കോൺസിക്വൻസസ് കൺസിസ്റ്റന്റ്ലി ആൻഡ് ഫെയർലി ടു ഓൾ സ്റ്റുഡൻസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർച്ചയായും എല്ലാവർക്കും കാര്യക്ഷമമായും എന്ത് ചെയ്യണം? അത് നടത്തണം. ട്രീറ്റ് ഈച്ച് സ്റ്റുഡൻസ് വിത്ത് റെസ്പെക്ട് ആൻഡ് അവോയ്ഡ് ഫേവറിറ്റിസം. ഒരു കുട്ടി എന്ത് ചെയ്യരുത് ശരിക്കും? എല്ലാ കുട്ടികളെയും ബഹുമാനത്തോടുകൂടെ പെരുമാറണം. ഒരു കുട്ടിയെ പ്രത്യേകം പരിഗണിച്ചു എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണം. അതേസമയത്ത് എന്തിന് പരിഗണന ഉണ്ടാകണം? കുട്ടിയുടെ നന്മക്ക് പരിഗണന ഉണ്ടാകണം. അല്ലാതെ മറ്റു കാരണങ്ങളാൽ പിൻവാതിലിലൂടെയുള്ള ബഹുമാനമോ പരിഗണനയോ നടത്തരുത്. When discipline is necessary, ensure that consequences are appropriate, responsible. ഒരു അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആവശ്യം വരുന്ന സമയത്ത് അതിന്റെ എല്ലാം ട്രാൻസ്പെറൻസി ആയിരിക്കണം. അതായത് എല്ലാവർക്കും തിരിയണം. ഒരു വിഷയം ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർ സിസ്റ്റം തീരുമാനിച്ചത് എങ്ങനെയാ? നേരത്തെ വന്നാൽ, ക്ലാസ് റൂമിലെല്ലാം ചെയ്താൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താലാണ് സ്റ്റാർ കിട്ടുക. ഇതൊന്നും ചെയ്യാത്തൊരു കുട്ടിക്ക് സ്റ്റാർ കൊടുക്കാൻ പോവാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ആ അപ്രോപ്രിയേറ്റ് റെസ്പോൺസിബിൾ ആണ്. അതായത് കൃത്യതയുണ്ട് അതിൽ. എല്ലാവർക്കും കൃത്യമായ ധാരണ ഉണ്ട്. അവർക്ക് കിട്ടുന്നതിൽ ആർക്കും അവ്യക്തതയില്ല. ആൻഡ് ഇൻ ലൈൻ വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ് ലൈൻസ്. അത് എന്തിലും കൂടി ആയിരിക്കണം? ഒരു നേരത്തെ സ്ഥാപിതമായ ഒരു നിർദ്ദേശപ്രകാരമാണ് പോകേണ്ടത്. സ്റ്റാർ സിസ്റ്റം ലംഘിക്കരുത്. പകരം എല്ലാവരുടെയും ധാരണ പുറത്ത് അത് മുന്നോട്ട് പോകും. ഇങ്ങനെ എന്തും സ്ഥാപിതമായ വിഷയത്തിലൂടെ മാത്രം പോകുന്നു. അപ്രഖ്യാപിതമായ ഒരു നിയമം അതുണ്ടാകരുത്. അത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതുപോലെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് റിഫ്ലക്ഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. എപ്പോഴും ഒരു സംഗതി പ്രതിഫലിക്കണം. അതോടൊപ്പം നമ്മൾ വിധേയപ്പെടേണ്ടതിന് വിധേയപ്പെടണം, അനുസരിക്കേണ്ടതിന് നമ്മൾ അനുസരിക്കപ്പെടണം. ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാകണം. ഒരു മാറാൻ സന്നദ്ധത എപ്പോഴും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ റെഗുലർലി റിഫ്ലക്ട് ഓൺ യുവർ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് ദെയർ എഫക്റ്റീവ്നെസ്. അപ്പോ അവിടെ എന്ത് ചെയ്യണം? ഒരു സംഗതി ഇപ്പൊ കുട്ടികൾ കാര്യമായിട്ട് എല്ലാം ചെയ്തു, അവിടെയും കാണാനൊന്നുമില്ല, അതിന്റെ ഫലമൊന്നും എവിടെയും റിഫ്ലക്ട് ചെയ്യുന്നില്ല, പിന്നെ അവർക്കതിലൊരു ആവേശം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ഒരു കൃത്യമായി അത് പ്രതിഫലിച്ച് കാണണം. സീക്ക് ഫീഡ്ബാക്ക് ഫ്രം കൊളീജിയസ്. ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ സമകാലികരോട് അഭിപ്രായം ചോദിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനറോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, എന്താണ് അഭിപ്രായം? സീക്ക് ഫീഡ്ബാക്ക് ഫ്രം കൊളീജിയസ്. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളോട് ഫീഡ്ബാക്ക് ചോദിക്കണം. ഇങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഗുഡാണോ, പ്രയാസാണോ? ആൻഡ് പാരന്റ്സിനോട് അഭിപ്രായം ഫീഡ്ബാക്ക് ചോദിക്കണം. ടു ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇവിടുന്ന് അങ്ങോട്ട് പുരോഗമനം വരുത്തേണ്ട ഭാഗം ഏതാണ് എന്നുള്ളത് അവരോട് അഭിപ്രായം ചോദിക്കണം. ആരും അഭിപ്രായം ചോദിക്കുകയില്ല, ആരും അഭിപ്രായം പറഞ്ഞാൽ കേൾക്കുകയില്ല. അങ്ങനെ ആകരുത്. ഒരു അഡാപ്റ്റേഷൻ വേണം. ആരെങ്കിലും പറഞ്ഞാൽ അത് വേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഓക്കെ, നമുക്കിത് ചെയ്യാം. അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ വേണം. അഡാപ്റ്റ് യുവർ അപ്രോച്ച് ആസ് നീഡഡ് ടു മീറ്റ് ദ changing needs of your students and maintain a positive learning environment.
പഠന സാഹചര്യം ഒന്നുകൂടി ഗുണകരമായ രീതിയിൽ ഇങ്ങോട്ട് മാറണം തോന്നാണ്ട് അങ്ങോട്ട് മാറാൻ പറ്റണം. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കൃത്യമായ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. റിമെമ്പർ ദാറ്റ് ഇഫക്റ്റീവ്ലി ക്ലാസ് റൂം management requires a balance between maintaining discipline and creating a supportive and engaging learning environment. എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് ഒരു ഗുണകരമായ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഠന സാഹചര്യം ക്ലാസ് റൂമിൽ നിലനിൽക്കണം. ഇത് പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഫ്ലെക്സിബിൾ. ഒരു ഫ്ലെക്സിബിൾ, മാറാൻ സന്നദ്ധതയുള്ള ഒരു അവസ്ഥ ഉണ്ടായാലാണ് ഇത് നടപ്പിലാകുക. റെസ്പോൺസീവ് and continuously strive to build the positive relationships with your students. കുട്ടികളോട് നല്ലൊരു ബന്ധം, ആ നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുക. ഞാൻ അല്പം സ്പീഡായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് ക്ലാസ് റൂം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന വശങ്ങളാണ് ഞാൻ ഇത്രയും സമയം സൂചിപ്പിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഭാഗം റെക്കോർഡഡ് ആണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് കൂടി തരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്, അതായത് ഈ റെക്കോർഡഡ് ആയ ഭാഗത്ത് തന്നെ ഇന്ററാക്ട് ചെയ്യാൻ, അതായത് ആവശ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർ ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യങ്ങൾ ചോദിക്കാം, നിങ്ങളെ വിഷയങ്ങളൊക്കെ സംസാരിക്കാം. ട്രെയിനിങ് രീതി എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് വീക്ക്ലി, ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ. അതുപോലെ ചിലപ്പോഴൊക്കെ ഞാൻ ഇതിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചപ്പോ ചിലർ ഇംഗ്ലീഷ് വലിയ അനുഭവം ഇല്ലാത്തവരായി. ഞാൻ വലിയ ഇംഗ്ലീഷ് അറിയുന്ന ആളൊന്നുമല്ല, ഒരുപാട് തെറ്റുകളൊക്കെ ഇതിലൊക്കെ വരാം. നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് നിങ്ങൾക്ക് ഏത് വിഷയം മനസ്സിലായിട്ടില്ലെങ്കിലും കൃത്യതയോടെ അത് മനസ്സിലാക്കി തരാൻ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിക്കും. നിങ്ങളെ വിഷയങ്ങളിലെല്ലാം തുറന്ന് നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റും. നിങ്ങളെ നിലവിലുള്ള ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികൾ അച്ചടക്കമുള്ളവരാകാൻ എന്താ ചെയ്യേണ്ടത്? അതൊരു അപ്രസക്തമായ ചോദ്യം. അതിപ്പോ ഞാനിപ്പി പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്ത് തന്നെ കാണും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ ക്ലാസ് റൂം അച്ചടക്കാണ്ട് ഇല്ലാണ്ട് തന്നെ കിടക്കും. അതിന് ചെയ്യേണ്ടത് പകരം എന്റെ ക്ലാസ് റൂം, ഉദാഹരണം ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. എന്റെ ക്ലാസ്സിൽ 15 കുട്ടികളാണുള്ളത്. 5 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമാണുള്ളത്. ഞാൻ പറഞ്ഞു എന്റെ 5ാം ക്ലാസ് ആണ്, ഇങ്ങനെയാണ് പശ്ചാത്തലം, ക്ലാസ് റൂം സാഹചര്യം ഇന്നതാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നു എന്റെ ക്ലാസ്. ആ പ്രയാസത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിന്റെ വ്യക്തത കൊണ്ട് ഒരു പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ഫോളോ അപ്പ് കൂടി കിട്ടുന്ന രീതിയാണ് നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം. ആഴ്ചയിലുള്ള സിസ്റ്റം ഏകദേശം 12 സെഷനാണത്. ഇതുപോലെ ആകെ ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിന്റെ ഇച്ചിരി അപ്പുറപ്പുറമായേക്കാം ആ ഒരു സമയം ഇതുപോലെ പരസ്പരം ആശയവിനിമയം നടത്താൻ, ചോദിക്കാനും കേൾക്കാനും പറയാനും മനസ്സ് തുറന്നിട്ട്. അതായത് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മറയില്ല, അവിടെ ഏറ്റക്കുറച്ചിലുകളില്ല, ഉയരവും താഴ്ചയും ഇല്ല. അവിടെ നമ്മളെല്ലാം ഒരേ ലെവലിൽ നിന്ന് പരസ്പരം വളരെ റെസ്പെക്റ്റീവായി ആദരപൂർവ്വം സംസാരിക്കാൻ പറ്റുന്നവരാണ്, ഇടപെടാൻ പറ്റുന്നവരാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാം, അതോടൊപ്പം മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യാം. ഈ വിഷയം അവതരിപ്പിച്ചതിൽ എവിടെയെങ്കിലും പോരാൻ തോന്നുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഇന്ററാക്ഷൻ സെഷൻ